അലി അക്ഷരാർത്ഥത്തിൽ ഒരു അമ്മയെ തന്നെയാണ് ആ വീടിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന, വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരമ്മയെ. അലി, അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് സംസാരിക്കാൻ? വിവരങ്ങൾ. വെങ്കി, തീർച്ചയായും ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ അത്താണിയായിരുന്നു, വീടിൻ്റെ നട്ടല്ലായിരുന്നു. ചെയ്തിരുന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലെ ചെറിയൊരു ജോലി, ആ ജോലി കൊണ്ട് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ബിന്ദുവാണ്. മക്കളുടെ പഠനത്തിന് വേണ്ടിയും ഒക്കെ വലിയ ചിലവ് ബിന്ദു വഹിച്ചിരുന്നു. സത്യത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരു നട്ടല്ലായിരുന്നു ബിന്ദു. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ നട്ടല്ലായിരുന്നു. അവരിത് കടയിൽ പോയി തുച്ഛമായ വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ കുടുംബം കഴിയുക, ഒരു കൊച്ചിനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരെന്തോന്നുമില്ല, ഒരു ഇതുമില്ല. സർക്കാർ പറയുന്നത് ഞാനത് കേട്ട് സർക്കാർ അവിടെ പറഞ്ഞ ഇത് സംഭവം നടക്കുമ്പോൾ ഈ ബിന്ദു ഇഷ്ടികയുടെ അടിയിൽ കിടന്ന് ജീവൻ പോകുന്ന സമയത്തും പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇത് വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലം മാത്രമായിരുന്നെന്നാ മന്ത്രിമാരെല്ലാം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരെന്തോന്നുമില്ല. സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടത്. അതിന് ചെയ്യുന്ന സർക്കാർ ചെയ്യേണ്ടതെന്ന് പറയാം, ആ കുടുംബത്തെ കരകയറ്റാൻ വേണ്ടി സർക്കാർ നല്ല രീതിയിൽ സഹായിക്കുക. എൻ്റെ അനിയൻ്റെ മോന് ഒരു ജോലി കൊടുക്കുകയും ആ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കുകയും എന്തെങ്കിലും ചെയ്യുകയും വേണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തോന്നുന്നു. വെങ്കി, വല്ലാത്ത വേദന തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ പ്രദേശത്തേക്ക് ബിന്ദുവിൻ്റെ ഭൗതികദേഹം എത്തിക്കും. കഴിഞ്ഞ ദിവസം വരെ ഈ പ്രദേശവാസികൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്, വീടിൻ്റെ നട്ടെല്ലാണ്. ഈ പറഞ്ഞതുപോലെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോയൊരു അമ്മയ്ക്കാണ് ആശുപത്രിയിൽ വന്ന അനാസ്ഥയുടെ പേരിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ വേദന ഈ പ്രദേശത്ത് ആകെയുണ്ട്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. ഇപ്പോൾ ബന്ധുക്കളെല്ലാവരും ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എന്താണ് ഇപ്പോൾ സാഹചര്യം വീട്ടിൽ? വളരെ എൻ്റെ കുഞ്ഞമ്മയാണ് മരണപ്പെട്ടത്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കാരുണ്യം ഉണ്ടാകണം, അതാണ് പറയാനുള്ളത്. അതിൽ എന്ന് പറഞ്ഞാൽ കുറേ ലോൺ എടുത്തിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് കുറേ ലോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ 10-20 ലക്ഷം രൂപയോളം ലോൺ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത്രയും പൈസയുടെ അതിൻ്റെ ലോൺ അടവ്, പിന്നെ ഈ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഏകദേശം 5 ലക്ഷം രൂപയോളം വരുമെന്നാണ്, ചികിത്സാ ചെലവ് വരുമെന്നാണ് പറയുന്നത്, ഡോക്ടേഴ്സ് പറഞ്ഞത്. അതുപോലെ ഇവരുടെ ഈ കുടുംബത്തിൻ്റെ ഒരു നട്ടല്ലായിരുന്നു ഈ കുഞ്ഞമ്മ. അവർ ഒരു തുണിക്കടയിലായിരുന്നു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിറ്റപ്പനാണെങ്കിൽ 5 വർഷത്തോളമായി ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കക്ഷിയാണ്. കൈക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള കൂലിപ്പണിക്കാരനാണ്. സഹായിക്കണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യണം, കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമായിരിക്കും അത്, വേറൊന്നും പറയാനില്ല. അത് മാത്രമല്ല, ഈ നാത്തൂനെ ഇപ്പം ഈ മരിച്ചവരാ ഞങ്ങളോടൊക്കെ ദുഃഖങ്ങൾ വിളിച്ച് പറയുന്നത്. വയ്യ ചേച്ചി, അല്ലെങ്കിൽ വയ്യ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പം സഹോദരനൊന്നും പറയത്തില്ല. ഞാൻ അവിടെ വർത്തമാനം കേട്ടാൽ ഞങ്ങളും എന്തെങ്കിലും കൊടുക്കും. ഒരാളിന് കൊടുത്താൽ 10,000, 5,000, 2,000 മാസം കൊടുത്താൽ എഴുത്തുകട കാര്യം. അപ്പോൾ ഈ കുഞ്ഞു പഠിച്ച് വരുമ്പോൾ അവർക്കൊരു ഭാവി ഉണ്ടല്ലോ. കൊച്ചു അവിടെ നിന്ന് പഠിക്കുകയല്ലേ, ലോണാ. ആ കൊച്ചിപ്പോൾ അവിടെ ഫീസ് അടയ്ക്കാൻ ലോണിൻ്റെ കാര്യത്തിന് വന്നതാ. ബാങ്ക് ലോണാ, ഒരു കൊച്ചു ചേർക്കാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ, മറ്റേ അവൾ വിളിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവൾ പറയുമോ, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ വർക്കലയിലൊക്കെ ഉള്ളവരാ, ഇവിടെ അടുത്തുള്ളവരല്ല, വർക്കലയിലും പട്ടാഴിയിലും ഒക്കെ ഉള്ള ഞങ്ങൾ 2 പെങ്ങന്മാരും ആങ്ങളമാരും അല്ല. അപ്പോൾ എന്തെങ്കിലും സർക്കാർ കൊടുക്കണേ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെങ്കി, ശ്രുതി, തീർച്ചയായും വല്ലാത്ത വേദനയാണ്. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആണിക്കല്ലായിരുന്നു ബിന്ദു എന്നുള്ളതാണ്. ബന്ധുക്കളാണ് നമ്മളോട് പ്രതികരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. 2 മക്കൾ, ആ മകൻ്റെയും മകളുടെയും പഠനത്തിന് വേണ്ടി വലിയ ചിലവ് ബിന്ദു വഹിച്ചിരുന്നു. 10-20 ലക്ഷത്തിൻ്റെ അധികം ലോൺ തുക തിരിച്ചടവുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ തന്നെ പ്രതികരിക്കുന്നത്. സ്വാഭാവികമായും അതൊന്നും ഇനി ഒറ്റയ്ക്ക് നോക്കാൻ ആ കുട്ടികളെ കൊണ്ട് സാധ്യമല്ല. ശാരീരികമായി ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവശതകൾ അനുഭവിക്കുന്ന ആളാണ് വിശ്രുതൻ എന്നുള്ളത് നമ്മളോട് സംസാരിച്ച ബിന്ദുവിൻ്റെ ഭർത്താവ്. സ്വാഭാവികമായും അദ്ദേഹത്തിനും അതൊരു ഭാരിച്ച ചിലവാണ്, അദ്ദേഹത്തെ കൊണ്ട് വഹിക്കാൻ കഴിയുന്നതല്ല. ഇന്നലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതാണ് ആ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകേണ്ടതുണ്ട്, കുടുംബത്തിനൊപ്പം നിൽക്കേണ്ടതുണ്ട്. സർക്കാർ ആ നിലയിലുള്ള ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ആശുപത്രി അധികാരികൾക്ക് വന്ന ഗുരുതരമായ വീഴ്ചയുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടയാളാണ് ബിന്ദു. മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതായിരുന്നു ബിന്ദു. സ്വാഭാവികമായും ആ നിലയിലുള്ളൊരു ഇടപെടൽ, കുടുംബത്തിന് ഒരു താങ്ങാകുന്ന നിലയിലുള്ളൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതുതന്നെയാണ് കുടുംബം ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നതും. വല്ലാത്ത വേദനയുണ്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. അല്പസമയത്തിനുള്ളിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭാഗത്തേക്ക് ബിന്ദുവിൻ്റെ ഭൗതികദേഹം എത്തും. 8 മണിയോടുകൂടി ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. ഈ ഭാഗത്താണ് പൊതുദർശനം സജ്ജീകരിച്ചിരിക്കുന്നത്.